അപ്പം നമുക്കെല്ലാവർക്കും അറിയായിരിക്കും ബൈറ്റ്സ് എന്നുള്ള സ്നാക്കിനെ കുറിച്ച്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അധികം ഫേമസ് ആയിട്ടൊരു സ്നാക്കായിരുന്നു അത്. അപ്പോൾ ആ കാലഘട്ടത്തിലെ കുട്ടികളെല്ലാം തന്നെ എല്ലാ കുട്ടികളും അത് കഴിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം നമ്മൾ ചോദിക്കുവാണെങ്കിൽ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്ക് ഏതായിരുന്നെന്ന് ചോദിച്ചാൽ ബൈറ്റ്സ് എന്നേ പറയത്തുള്ളൂ. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു അതിന്. ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ച് അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ എനിക്ക് ഉൾപ്പെടെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്നാക്കായിരുന്നു അത്. കാരണം നമ്മൾ ഇപ്പം അന്നത്തെ പറഞ്ഞാൽ അതിന് 10 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് 10 രൂപ നിസ്സാരമായിട്ട് ഒരു കുഴപ്പമില്ല നമുക്ക് ഉണ്ടാക്കാനൊക്കെ. പക്ഷേ അന്നെന്ന് പറഞ്ഞാൽ 10 രൂപ എന്നൊക്കെ പറയുന്നത് വലിയൊരു തുകയായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ നിർബന്ധിച്ചിട്ടാണെങ്കിലും പലരും വാശി പിടിച്ചിട്ടൊക്കെ പലരും ബൈറ്റ്സൊക്കെ മേടിക്കുമായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് കുട്ടികൾക്കിടയിൽ അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ആയിരുന്നു ബൈറ്റ്സ് എന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ തന്നെ ഞങ്ങൾ എപ്പോഴും ഇപ്പോൾ നമ്മൾ ഫംഗ്ഷൻസൊക്കെ വരുമ്പോൾ ഫംഗ്ഷൻസും സെലിബ്രേഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ അമ്മ വീട്ടിൽ പോലും. അപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ അമ്മ വീട്ടിലോട്ട് വരുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളപ്പോൾ ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് കടയിലോട്ട് ആദ്യം പോകുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേക്കിനും അപ്പയുടെ പൈസ മേടിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഇത് കടയിൽ പോയി ഇത് മേടിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് ഷെയർ ചെയ്ത് കഴിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അപ്പം ബൈറ്റ്സ് ഇപ്പം അന്നത്തെ എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന ഇപ്പോഴത്തെ ആ കാലഘട്ടത്തിലെ എല്ലാ കുട്ടികളും കഴിച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് ബൈറ്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞത്. അപ്പോൾ ഭയങ്കര കുട്ടികൾക്കിടയിലും എല്ലാവർക്കും ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അത് ഒരുപാട് ഇഷ്ടമായിരുന്നു. അപ്പോൾ പെട്ടെന്നാണത് ബൈറ്റ്സ് അവർ നിർത്തലാക്കിയത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ? അപ്പോൾ 2004 ബൈറ്റ്സ് പ്രധാനമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് കാൽബറീസ് എന്ന കമ്പനിയാണ് ബൈറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇവർ നമ്മൾ ഇന്ത്യയിൽ തന്നെ പ്രായം ഒരു ഫാക്ടർ ആകാതെ തന്നെ ഇന്ത്യയിലെ എല്ലാവർക്കും പ്രായം നോക്കാതെ തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു ബൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെ ഇന്ത്യയിൽ തന്നെ കൂടുതലും വളരെയധികം ആളുകൾ കുട്ടികളിലും പ്രായമായവരിലും എല്ലാവരിലും അത് ബൈറ്റ്സ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ബൈറ്റ്സിൻ്റെ വളർച്ച പെട്ടെന്നായിരുന്നു. അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഉടനെ തന്നെ അവർ വളരെയധികം വലിയ തോതിൽ തന്നെ അവർക്ക് അവരുടെ പ്രൊഡക്ഷനൊക്കെ കൂട്ടേണ്ടി വന്നു. അത്രയ്ക്ക് ഫേമസ് ആയിട്ട് ഈ ബൈറ്റ്സ് മാറി. പക്ഷേ ഈ അമേരിക്കയിലെ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് ഇവരുടെ വളർച്ച അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇവർ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ 2009 ബൈറ്റ്സിൻ്റെ CEO ആയിട്ട് അവരൊരു ടൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷേ അത് കാൽബറീസിൻ്റെ CEO റിജക്റ്റ് ചെയ്യുമായിരുന്നു. പിന്നീട് തൊട്ടടുത്ത വർഷം തന്നെ ഇവർ ബൈറ്റ്സ് ഏറ്റെടുക്കാനായിട്ട് 19,000 കോടി കാൽബറീസിന് നൽകി. അപ്പോൾ അങ്ങനെ ബൈറ്റ്സ് എന്ന് പറയുന്നത് ഇവരുടെ ഈ അമേരിക്കൻ ക്രാഫ്റ്റ് കമ്പനിയുടെ കീഴിലെ. അപ്പോൾ ഇവർ ഈ കാൽബറീസ് ഒക്കെ ഓർത്തതെന്ന് പറഞ്ഞാൽ ഈ ബൈറ്റ്സ് ഇവർ ഏറ്റെടുക്കുന്നതിലൂടെ അത് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന തന്നെയായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇവരെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ഫുള്ളായിട്ട് അതിൻ്റെ പ്രൊഡക്ഷൻ നിർത്തിവെച്ചു. അത് പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാതായി. പിന്നീടാണ് അവർ നമ്മുടെ നാട്ടിലേക്ക് ഓറിയോയും ടാങ്കും കൊണ്ടുവന്നത്. ഇപ്പോൾ ഓറിയോ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഓറിയോ ബിസ്ക്കറ്റ് വളരെയധികം ഫേമസ് ആണ്. അപ്പോൾ ഓറിയോ എന്ന് പറയുന്നത് സക്സസ് ആയിട്ട് പോകുന്നുണ്ട്. അതുപോലെ ടാങ്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. അപ്പം ഓറിയോയും ടാങ്കുമാണ് അവർ ബൈറ്റ്സിന് പകരമായിട്ട് കൊണ്ടുവന്നത്.